അപ്പോൾ ചിക്കൻ 65 ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കൻ ഇങ്ങനെ ബോൺലെസ് ചിക്കനാണ്. ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണിത്. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് തന്തൂരി കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കളറിന് വേണ്ടിയിട്ട് 1 നാരങ്ങയുടെ നീര്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റാണിത്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 1/4 കപ്പ് തൈര്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണിത്, പിന്നെ ആവശ്യമുള്ളത് ഉപ്പാണ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയാണ്. ആദ്യം നമുക്കിത് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. പിന്നെ രണ്ടാമത്തെ മാരിനേഷൻ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് അത് നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കന് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുക്കാം. മിനിമം ഒരു 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുക്കണം ഇത്. ഇനി സെക്കൻഡ് മാരിനേഷന് ആവശ്യമുള്ള സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയാണ് ഒരെണ്ണം, പിന്നെ 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും, 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്ത വേപ്പിൻ്റെ ഇലയാണ്, കരിവേപ്പില. ഇതെല്ലാമാണ് നമുക്ക് സെക്കൻഡ് മാരിനേഷൻ ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് തൂമിക്കാൻ ആവശ്യമുള്ളത് കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ചമുളകാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് ചിക്കനിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. മുട്ട, പിന്നെ കോൺഫ്ലവർ, മൈദ, പച്ചമുളകും വേപ്പിൻ്റെ ഇലയും, ഇത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്ന് കുറവ് തോന്നി മാരിനേഷനിൽ ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് സെക്കൻഡ് മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിത് 1/2 മണിക്കൂർ മൂടി വെച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഡീപ്പ് പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കിക്കൊണ്ട് സൈഡ് മാറ്റി മറിച്ചുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം, ക്രിസ്പി ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്ത് സൈഡ് മാറ്റി മറിച്ചും കൊണ്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് തൂമിച്ചെടുക്കാം. തൂമിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ പൊരിച്ച ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഇട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 2 മിനിറ്റോളം വഴറ്റിയെടുക്കാം. അങ്ങനെ അത് 2 മിനിറ്റോളം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 2 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഇതിൽ വഴറ്റിയെടുക്കാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ 2 മിനിറ്റോളം ചിക്കൻ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. നമ്മളെ ചിക്കൻ 65 റെഡിയാണ്. നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ 65 ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പിന്നെ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.